അങ്ങനെ നമ്മൾ 2 കളിയും ജയിച്ചിട്ട് ഫൈനലിൽ എത്തിട്ടോ. കമ്മ്യൂണിറ്റി ടീമിനകത്ത് ഒരു ഫുഡ് അടിച്ചോ നിങ്ങൾ ഓരോ ഭാഗത്താ 147 18 ഓവർ നമ്മളെ പിള്ളേർ തയ്ക്കൂല. അതിനുള്ളിൽ അടിച്ചു പിന്നെ തീരുന്ന ചോദ്യം ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിക്കറ്റ് തന്നെ കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു കളിയാണ് കാണിച്ചത്, ഞാൻ വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച 2 കളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 കളിയും ജയിച്ചിട്ട് ഫൈനലിൽ എത്തിട്ടോ. അപ്പോൾ ഇന്നാണ് നമുക്ക് ഫൈനൽ. അപ്പോൾ കളി നടന്നുകൊടുക്കുന്നുണ്ട്. ഈ ടീമിൽ ജയിക്കണവരപ്പോഴാണ് നമ്മൾ ഫൈനൽ കളിക്കുക കേട്ടോ. മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ കളിയിൽ ജയിക്കുന്നവരപ്പോഴാണ് നമ്മൾ ഫൈനൽ. ബാറ്റിംഗ് ടീം ഏകദേശം വിജയത്തിൻ്റെ അരികിലായിട്ടോ. 7 റണ്ണ് മതി ജയിക്കാൻ. അങ്ങനെ വിജയിച്ചു, ബാറ്റിംഗ് ടീം വിജയിച്ചു കേട്ടോ. ബാറ്റിംഗ് ടീം ഫൈനലിലെത്തി. അപ്പോൾ ഇനി ഞങ്ങൾ ഫൈനലിൽ കേട്ടോ. ഇനി ഫൈനലാണേ. ഞങ്ങളും ഇപ്പോൾ ജയിച്ച ടീമും ഫൈനൽ. അപ്പോൾ കളി തുടങ്ങിട്ടോ. അവർക്കാണ് ടോസ് കിട്ടിയത്. അവർ ബോളിംഗ് എടുത്തു, നമുക്ക് ബാറ്റിങ്. ബാറ്റിങ്ങിന് ഇറങ്ങിട്ടോ. നസേർ ആദ്യ ബോൾ. റാംവിനീഷും സ്റ്റീഫനും ബാറ്റിങ്. ആദ്യ ഓവർ എറിയാൻ നസേർ. മികച്ച ബോളിംഗ് നസേർ. സിംഗിൾ. ഓവർ. ഒരു ഓവറിൽ 1 റൺ. ഫൈസൽ ഷോട്ട്. സ്റ്റീഫൻ. ഫസ്റ്റ് വിക്കറ്റ് പോയിട്ടോ. ബാറ്റ്സ്മാൻ കുഞ്ഞാണി, ഷഫീഖ് കുഞ്ഞാണി. രണ്ട് ഓവർ പിന്നിടുമ്പോൾ 9 റൺസ്, 1 വിക്കറ്റ് നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ബോളർ അമൽ. Man, Captain Jijo Paul. High ball.
മൂന്ന് ഓവർ കഴിയുമ്പോൾ 11 റൺസ്. 3 ഓവർ കഴിയുമ്പോൾ 11 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ. സിക്സർ. മികച്ച ഒരു ഷോട്ടുമായി ജിജോ പോൾ കളിയിലേക്ക് തിരിച്ചു വരുന്നു. നോ ബോൾ. സ്കോർ നോ ബോൾ. ഫ്രീ ബോൾ. ഷോട്ട്. സിക്സർ. മികച്ച സിക്സറുമായി ജിജോ പോൾ. ടൂടി 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 ടൂടി. ടൂടി 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 ടോ. മികച്ച ഒരു തിരിച്ചുവരവ്. അപ്പീലുണ്ട്, നോട്ട് ഔട്ട്. ഞങ്ങളുടെ ടീം ജയിക്കണോ നോക്കണോ? നിങ്ങൾ ആരോ ഭാഗത്താ? കമ്മിറ്റി ടീമിനകത്ത. ഒരു ഫുഡ് കഴിച്ചോ നിങ്ങൾ ഓരോ ഭാഗത്താ? ഞങ്ങൾ തോക്കാൻ വേണ്ടി കാത്തിക്കുന്ന ആളാട്ടത് ഇയാള്. അമലിനെ കൊണ്ടുവരുന്നു. സ്ട്രൈക്കിംഗ് ഷഫീഖ് കുഞ്ഞാണി. സിംഗിൾ. ടൂടി ടൂടി ടൂടി. ഷോട്ട്. സിക്സർ. ഗുഡ് ബാറ്റിംഗ് ജിജോ പോൾ. മികച്ച ബോളിംഗ് അമൽ. ഓവർ പിന്നിടുമ്പോൾ 35 റൺസ്. നെക്സ്റ്റ് ബോളർ അൻവർ കുഞ്ഞാണി ബാറ്റിംഗ്. ക്യാച്ച് ഡ്രോപ്പ്. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. പരിക്ക. മികച്ച ബോളിംഗ്. പരിക്ക് കൊണ്ട് ഓവർ കട്ട് ചെയ്യാൻ കേട്ടോ. ചേഞ്ച് ചെയ്യാണ്. ഫീൽഡിങ് മാത്രമേ ഉള്ളൂ. ഓരോ പ്ലെയറിന് പരിക്ക് പറ്റി. അതുകൊണ്ട് പകരക്കാരന് ഇറങ്ങാൻ വേണ്ടി വരികയാണ്. ഇറക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഓവർ ആസാദ് ഏറ്റെടുക്കുന്നു. സിക്സർ. സിക്സർ. Wide ball. Another sixer. Good batting, Kunyane. Another sixer. ബാക്കിയുള്ള 4 ബോളും സിക്സർ അടിച്ചുകൊണ്ട് കുഞ്ഞാണി ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നു. 6 ഓവർ പിന്നിടുമ്പോൾ 60 റൺസ് കേട്ടോ ഞങ്ങളുടെ ടീം. നെക്സ്റ്റ് ബോളർ ഫൈസൽ. Wide. Shot.
സിക്സർ. Another beautiful shot. കുഞ്ഞാണി. സിക്സർ. കുഞ്ഞാണിക്ക് പ്രാന്ത്. ഒരു ക്യാച്ച് പൊട്ടിന്ന് കേട്ടോ കുഞ്ഞാണിന്റെ. അതിനുശേഷം പേരും കളിയാ. ഓവർ കഴിയുമ്പോൾ 82 റൺസ് കേട്ടോ. വീണ്ടും അമലിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അറിയില്ല വൈഡ് ടൂടി ബേറ്റാ ലെഗ് ബൈ ടൂടി. എറിഞ്ഞിട്ട് എന്നാ പറയും സിക്സർ. അൻവർ തിരിച്ചു വരുന്നു. ഓ ടൂടി. കുഞ്ഞാണെ ബാറ്റ് വെക്ക് കുഞ്ഞാണെ. ചൂടി. ഓ അടിപൊളി ബോളിംഗ് കേട്ടോ. അൻവർ മികച്ച ബോളിംഗ്. വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരുന്നു കുഞ്ഞാണി. 101 റണ്ണായിട്ടോ. 8 എത്ര ബോളാ? 4 ബോളോ? 8.5 ബോളിൽ ടീം 100 അടിച്ചിരിക്കുന്നു. ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല കേട്ടോ. വീണ്ടും 10ാമത്തെ ഓവറിനായി നുസൈർ. ഈ ബോൾ ഞാൻ കണ്ടില്ല, അടുത്ത ബോൾ നീ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് നുസൈർ. കുഞ്ഞാണിക്ക് ഭ്രാന്ത് പെരുവാട്ടി. നുസൈർ ഓൾ കേരള പ്ലെയർ നുസൈറിന്റെ 2ാമത്തെ ബോൾ. 2ാമത്തെ ബോളും നീ കാണൂല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാണി. കാണികൾ ഭയങ്കര സപ്പോർട്ടാട്ടോ അവിടെ. 3ാമത്തെ ബോൾ. മികച്ച ഒരു കംബാക്ക്. ഒരു സ്ലോവർ വൈറ്റ് ബോൾ. ഏറ്റെടുക്കുന്നു ചേർക്ക. പറഞ്ഞത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോറി കുഞ്ഞാണി. ഇവിടെ തന്നെ പുറത്തു പോകുന്നുണ്ട്.
കട്ടായി ഇതാ പോകുന്നു, ഇതേ പോകുന്നു. അങ്ങനെ എൻ്റെ വിക്കറ്റ് പോയിട്ടോ. എത്ര എണ്ണായി? 13 ഓവറിൽ 164 എണ്ണായിട്ടോ. നെക്സ്റ്റ് ഓവർ അൻവർ കുട്ടൻ. ഷോട്ട് സിംഗിൾ റൺ. ഓ സിംഗിൾ ആയിട്ടോ. അടുത്ത വിക്കറ്റും പോയിട്ടോ. നൗഫൽ. വായ്. നെക്സ്റ്റ് ഓവറായിട്ടോ. അടുത്ത ഓവറായി നൗഷാദ്. ഓ 2D. യെസ്. ഓടിക്കോ. സിംഗിൾ. അപ്പീലുണ്ട്, നോട്ട് ഔട്ട്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. സിംഗിൾ. സിംഗിൾ. ഇബ്രു കാത്തിരുന്ന ബോളർ. ശാങ്ക പുറത്ത് വെക്കണ്ട, ഉള്ളിൽ വെക്കണ്ട, എല്ലാം പുറത്ത്. ചോറിന് ബാക്കിയുണ്ട് കേട്ടോ. അയ്യോ, ആദ്യ പോലെ തന്നെ വിക്കറ്റ് എടുത്ത ഇബ്രാഹിം. റഷീദ് നോക്കി കളിക്കാൻ മോനെ. ബാറ്റിംഗ്. ടോസ്. ആണവൈഡ്. 17 ഓവർ പിന്നിടുമ്പോൾ 196 റൺസ്. ഇനി വെറും 3 ഓവർ കൂടി. നാഷിദ് ബോൾ ചെയ്യുന്നു 18ാമത്തെ ഓവർ. യാസ്. ബേക്കിലേക്ക് സിംഗിൾ അല്ല 2D. 2 റൺസോടെ ഇരിക്കുന്നു. വീണ്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. കുഞ്ഞാ കിടക്കട്ടെ, പുറത്ത് കിടക്കട്ടെ കുഞ്ഞാ. ലവ്ലി ഷോട്ട്. യെസ്. 205 റൺസ്. 205 അല്ലേ? 205 റൺസ്. ആ ബോൾ എടുത്തിട്ടുണ്ട് നാളെ. സിക്സർ. ഗുഡ് ബാറ്റിംഗ് കുഞ്ഞാ. തുടരെ സിക്സറുകൾ പായിച്ചുകൊണ്ട് കുഞ്ഞാവ. നൗഫൽ കുഞ്ഞാവ. Yes, another massive hit. Over. 18 ഓവർ ഫിനിഷ് കേട്ടോ. അവസാന 2 ഓവറുകൾ. റഷീദ്. യെസ്. ഒന്നോതി. കുഞ്ഞാ കലക്കിക്കോ. 18.1 ഓവർ പിന്നിടുമ്പോൾ 224 റൺസ്. ഓഹോ, ആസാദ് ഒരു സ്പിൻ ബോൾ പരീക്ഷിക്കുന്നു. ഓഹോ, വീണ്ടും ഒരു ഡോട്ട് ബോൾ. ബോളിനുള്ളൊരു 6 കൊടുത്താൽ മതി.
അതാണ് അറ്റൂടെ തൊടാൻ പറ്റില്ല മോനെ ഞാൻ വളർത്തിയ ആണല്ലേ. എന്നാ വാ മന്ത്രിച്ചൂതിയാണല്ലോ അത്. ആ ബോള് നോക്കട്ടെ കേട്ടോ, മന്ത്രിച്ചൂതിയ ബോള്. മന്ത്രിക്കാന മന്ത്രം വലിക്കും നോക്കാം നമുക്ക്. ആനവൈഡ് ഇതാണ് മന്ത്രത്തിന്റെ. ആനവൈഡ് പറഞ്ഞാല് എങ്ങനെ തൊടാൻ പറ്റുക? ഓറോ 19 ഫിനിഷ് കേട്ടോ. 127 റൺ. ഓ ഈ ഓവർ സ്റ്റാറിന്റെ ചെക്ക് എറിഞ്ഞിട്ട് ആകെ 2 റണ്ണ്. എത്രയാ നോക്കി പറ. 2 റണ്ണാ കൊടുത്തത്, വെറും 2 റൺ. ഓൻ അടിക്കാൻ പറ്റില്ലല്ലോ ആയിരിക്കും. ഈ ഓവർ ഓന് കൊടുക്കാൻ പറ്റില്ല. അതെ ഇതോ നിങ്ങളെ പണ്ടത്തെ ശിഷ്യൻ എന്താ ചെക്ക് ശിഷ്യൻ തന്നെയാണ്. കിട്ടുമോ? അങ്ങനെ ഇടയ്ക്ക് പ്രാക്ടീസിന് വരുന്നില്ല, അതിന്റെ ഒരു കുറവുണ്ട്. ശിഷ്യന്മാരാ ഓഫിലേക്ക് ഒന്ന് കളിക്കാം. രണ്ട് സിക്സെങ്കിലും കയറുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 1. ഗുഡ് ബാറ്റിംഗ് റഷി. ആ ഓടിക്കോ. ഇപ്പൊ ഷൂ ഊരി വെച്ച് കണ്ടോ, ഇനിയാണ് പുൽക്കളി നോക്കണേ. കാണികളാണ് എടുത്ത് 2 ബോളും കൂടിയാ. അനദർ വൈഡ്. Oh, huge 6. 50. കുഞ്ഞാവ 50 അടിച്ചു. ലാസ്റ്റ് ബോൾ. ഓ ഉയർത്തിയിട്ടുണ്ട്, കാണും. എത്ര നാടാ 20 ഓവർ കഴിയുമ്പോൾ നിങ്ങളെ ശിഷ്യൻക്ക് 4 6 ആണ് കുടിക്കണം. 4 എണ്ണോ 200 അസ്ലമ 47. അസ്ലമ എത്ര എണ്ണേ? 247 247 18 ഓവർ നമ്മളെ പിള്ളേർ തയ്ക്കൂല. അതിനുള്ളിൽ അടിച്ചെടുക്കും. പിന്നെ തീരുന്ന അടിച്ചെടുക്കുന്നു, ഞങ്ങളെ തോപ്പിക്കുന്നോ? 5-6 6 ഞാൻ വേറെ എടുക്കും. തന്നിട്ട് സ്കോറിനെ മറികടക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിനൊന്നും സൗകര്യം ഉണ്ടാവില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കുള്ളൂ. അത് കുഴപ്പമില്ല. ഒരു ഓവർ പിന്നിട്ടപ്പോൾ 1 ഓവറായി. ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടു, അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. 4 റൺ. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വേണ്ടി അടുത്തിറങ്ങുന്നത് സജിത്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഹാർഡ് ഹിറ്ററായ ഫൈസലാണ് സ്ട്രൈക്കിൽ. നവാസ് ബോൾ ചെയ്യുന്നത്. മിസ്സായി. ഉരിഞ്ഞടിക്കാരൻ ഫൈസൽ. നടന്നതാട്ടോ, ബോളൊന്നും വരാത്ത സ്ഥലത്ത് നിർത്തിയിരിക്കുന്നതാണ്.
നല്ല നുണറിട്ടത് പഞ്ചായത്തിലത്തെ മെയിൻ നൊണച്ചിയാണ് കീപ്പർ നവാസ്. അടിപൊളി അടിപൊളി മത്സരേ. വിഷമിച്ചിട്ട് കാര്യമില്ല, നല്ല അടിക്കും. 2 ഓവർ പിന്നത്തപ്പോൾ 27 റൺ. അങ്ങനെ 2 ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോൾ കിട്ടിയില്ല പറഞ്ഞ കാര്യമുണ്ട്. ഫസ്റ്റ് ഓവർ ഉഷാറായി ചെയ്യുന്നു, അത് മറ്റൊന്നും സഹിച്ചില്ല. 2ാമത്തെ ഓവർ ചെയ്യാൻ വന്ന് എഴുതി അറിഞ്ഞെടുത്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ആരോടും മിസ്സാക്കരുത് പറഞ്ഞിട്ടേ ക്യാപ്റ്റൻ കീപ്പർ അല്ല വിടല. സ്കോറ് പറയാൻ പറഞ്ഞത് 45-ന് 3 കേട്ടോ. 3 വിക്കറ്റ് ഇല്ലേ, 2 വിക്കറ്റ്. ഒരു ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസിക് ഷോട്ട്. ഞാനൊക്കെ ആസിഫായിരിക്കും ചെണ്ടാന്ന് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. റഷീദ് ഇബ്രോ ആണ് അടുത്തായിട്ട് ഇറങ്ങിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ് നമ്മളെക്കനാ. ആദ്യത്തെ ബോൾ ഇബ്രോ കണ്ടില്ല, അടുത്ത നോക്കാം. കുട്ടൻ ബോൾ ചെയ്യാൻ വന്നിട്ടുണ്ട്, പാക്കാടൻ കുട്ടൻ. സ്പിന്നറാണ്. പൊറോട്ട അഞ്ച് ഓവർ പിന്നിട്ടപ്പോൾ 60 റണ്ണാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയത്. ആ മുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും കൊടുക്കുക ചക്കരി തപ്പാൻ പോയതാണ്, ഉറുമ്പ് കൂട്ടി തലയിട്ട്. ഉറുമ്പ് കൂട്ടി പോയപ്പോൾ ഇവിടെ വിക്കറ്റ് പോയി. വിക്കറ്റ് വിക്കറ്റ് കിട്ടിയല്ലോ, അമ്പയർ വിളിച്ചല്ലോ. വീഡിയോ ഇട്ടിട്ടില്ല. അവൻ്റെ ഉറുമ്പ് കൂട്ടി തലയിട്ട് പോകാൻ വന്നേ, പിന്നെ അവൻ എടുക്കണ്ടേ? വിക്കറ്റാ എനിക്ക് വലുത്. ഈ 50 ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ബാറ്റൊക്കെ പൊന്തിക്കാത്ത പിന്നെ പറയാ. എന്താ ഇംഗ്ലീഷ് പറയണോ? ഇതെന്താ തന്നെ ബോൾ വരാത്തോട്ട് നിർത്തിക്കണോര്. 6 ഓവർ പിന്നിടുമ്പോൾ 67-3. നമ്മളെ താരം വന്നേക്കുന്നു കേട്ടോ. ബ്ലോഗർ ആസിഫ് അടുത്ത ഓവർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഗ്രൗണ്ടൊന്ന് അളക്കണം, എത്ര അടി ഉണ്ട്. ഇങ്ങോട്ടില്ല, മതിൽമ മുത്തിയാൽ നിൽക്കും. ജയിക്കാൻ 13 റണ്ണ് മതി കേട്ടോ. ഒരു ഓവറിൽ 13 വെച്ച് മതി. നമുക്ക് ടൈറ്റാക്കാനാണ് ആസിഫിനെ വിട്ടുക്കണേ.
കുടുങ്ങി മക്കളാണ്. വിക്കറ്റ് ഇട്ട്. നുസൈറിനെ 4 6 ആസിഫ് അടിച്ചിരുന്നു ബാറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നുസൈർ ബാറ്റ് ചെയ്യണം, ആസിഫ് ബോൾ ചെയ്യാം കേട്ടോ. 5 അടിക്കുന്ന നുസൈർ പറഞ്ഞത്. ഫസ്റ്റ് ബോളാണ്. ഷോട്ട്. ആദ്യ 2 ഓവറുകൾ നന്നായിട്ട് എറിഞ്ഞ വിനീത് 3ാമത്തെ ഓവർ വാരി കൂട്ടുകയാണ് സുഹൃത്തുക്കൾ. ആസിഫിന് ദേഷ്യം പിടിക്കുന്നത്. വൈഡ്. അടി കൊണ്ട് ക്ഷീണിച്ചിരിക്കുകടാ. ആസിഫേ വാരി കൂട്ടുവോ? എനിക്ക് ഭാഗ്യമുണ്ട്. നുസൈർ നോൺ സ്ട്രൈക്കിലാ. അവിടെ വരെ ഓടിയിട്ട് കുഴങ്ങി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ അളവ് റെഡി ആയില്ല. 5 6 7 8 9 10 11 12 13 14 15 16 17 19 20. ഓക്കെ 20. ചാണകം നുസൈർ ആസിഫ് നുസൈർ. ഷോട്ട്. മോനെ നല്ല അടിക്കുമ്പോൾ ഓർക്കണ്ടിരുന്നു. പാറത്തോടൊക്കെ അടിച്ചു വിട്ടവനെ. ഇപ്പോഴത്തെ 2 ബോളും ഒരു ബോളല്ല കേട്ടോ, 2 ബോളാണ്. എല്ലാം വാരി കൂട്ടുണ്ട് ചെറുക്കൻ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടേക്കാരം വീഡിയോ വരിക. ലാസ്റ്റ് ബോൾ. റിവെഞ്ച്. വാശിക്കടിച്ച് 3 6. വരുന്നത് 60 137. 10 ഓവറിൽ 137 റൺ വേണം കേട്ടോ. ഷോട്ട്. ഫസ്റ്റ് ബോൾ തന്നെ അമൽ ഒരു മികച്ച ബോളർ കൂടിയാണ് കേട്ടോ അമൽ. ഇതിലെ ഷോട്ട്. ലെഗ് സൈഡ് അല്ലേ? പിന്നെ ആസിഫ വൈഡല്ല, അതിനിങ്ങനെ ഊരൊക്കെ കഴിച്ചിട്ട് എന്താ കാര്യം? ലെഗ് സൈഡ് പുറത്തേക്കല്ലേ പോണേ? അക്കോർഡിംഗ് ടു സുരലോ ഈ കാര്യം
വേറെ ചോദ്യം ചെയ്യുന്നു കാണിച്ചു കൊടുക്കുന്നു. നമ്മളെ വീഡിയോ പരിശോധിച്ച സൂം ചെയ്ത് പരിശോധിച്ച കറക്റ്റ് വഴിതാട്ടോ. പുറത്തേക്കാണ് പോണേ. ചേട്ടാ ഈ ആസിഫിന്റെ ടീം അലമ്പ ടീമാണ്. ഫുള്ള് കച്ചറ. ഷോട്ട് 4 ആണ്. ഷോട്ട് തീയാട്ടോ. വിജയടി ഇനി 9 ഓവറിൽ 119 മതി കേട്ടോ. ഇനി ആസിഫിന്റെ ഒക്കെ ഓവർ ഉണ്ട്, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നുസൈർ അതിനാണ് കാത്തിക്കണേ. എന്താ ആസിഫ എന്താ പൈസ കൊടുത്തവർക്ക്? ആ വേണ്ടി എന്നെ ചീത്ത പറഞ്ഞ കുട്ടൻകാണല്ലോ കൊടുത്തേക്കണേ. അതാ കുട്ടൻ അടുത്ത ആളെ റെഡിയാക്കി വെക്കാൻ. അവൻ്റെ തലക്കെറിയാനുള്ള പരിപാടിയാണോന്ന് അറിയില്ല. ഇല്ല ബ്ലോഗാ. നുസൈറിന്റെ ഒറ്റയാൾ പോരാട്ടോ. 50 അടിച്ചിരുന്നു. ചെറുപ്പം ഒരേ എത്തി. ഇപ്പൊ ക്യാച്ച് മിസ്സാക്കിയ ആള് നമ്മളെ ആസിഫാട്ടോ. ആസിഫേ എന്താ പറ്റിയേ? ഒരു 50 അടിച്ച ചങ്ങായിന്റെ തന്നെ വിട്ടില്ലേ? കുട്ടൻക്ക് വൈക്കൂലെന്ന് എനിക്ക് അറിയില്ലേ. ബോളിംഗ് ആട്ടോ കുട്ടൻ. സാർ ഓടാ ഓടാ ഓട് ഓട് ബോളതാ. എന്ത് കാച്ച് ഓൻ എങ്ങോട്ടോ ഭീഷണി. ഇവനെവിടെ ക്യാച്ച്? അതെങ്ങനെ ശരിയാവും? ഇതില് വീഡിയോ ഉണ്ടല്ലോ. കറക്റ്റ് ബോള് ബാറ്റ് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ബോൾ എങ്ങോട്ടോ പോവാണ്. ആ സൗണ്ട് ഞാൻ പറയില്ല. ഇപ്പൊ എന്താ സൗണ്ട്? നിങ്ങള് ആസിഫേ നിങ്ങള് ടീം ഒരേ അലമ്പാണല്ലോ മോനെ. അമ്പയറെ തല്ലാൻ പോക്ക. കപ്പ് വേണേ അവിടുന്ന് എടുത്ത് ഓടിക്കോ. എന്തോട്ടാ ആസിഫ് ഇടുങ്ങി മക്കളെ. നിസാറിന്റെ വിക്കറ്റ് ആസിഫ് എടുത്തു. എനിക്കെന്താ വിക്കറ്റ് ഇട്ടാ? ബോൾ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യും. ഒരു ബാറ്റ് ആ പരിസരത്ത് വരെ വരുന്നില്ല. ബാറ്റ് മുട്ടാൻ കഴിഞ്ഞാലല്ലേ ആദ്യത്തെ വിക്കറ്റ് കിട്ടുള്ളൂ. എൻ്റെ ബോള് ബാറ്റിനെ തട്ടിക്കാൻ എടുക്കുള്ള ആരും ഇവിടെ ഇല്ല. വിക്കറ്റ് 3 വിക്കറ്റായിട്ടോ ഫൈനലിൽ ആസിഫിന്.
ചോറോർക്ക് കാണാൻ വരെ പറ്റുന്നില്ല. എന്താ ഇതെന്താ ബൗൾഡോ? ഇന്റെ ശിഷ്യനെ ഇന്റെ ശിഷ്യനെ ആ കാണണല്ലോ. മന്ത്രിക്ക് പറഞ്ഞിട്ട് ഇപ്പൊ അത് ആനവായിടെ അറിഞ്ഞ ഇപ്പൊ അടുത്ത് ഇതാ. നല്ല അടിച്ചാല് ജയിക്കാം. 16 റൺ വെച്ച് അടിച്ചാൽ ജയിക്കാനൊന്നും പോരാ. അടി കിട്ടുന്ന സമയത്ത് ഓനൊരു വിളിയാ കുട്ടാ രക്ഷിച്ചോ. അത് പിന്നെ നമ്മള് രക്ഷിച്ചോ ഫൈനലല്ലേ. ചെക്കൻ്റെ കയ്യിൽ കപ്പ് അല്ലെങ്കിൽ വലിയ ഗാർഡില്ലേ ഇന്റെ ബോളും കളിക്കാനില്ലേ. നമ്മളെ വേറെ കുട്ടൻ കൊടുക്കുന്നൊന്നും വിളിച്ചു പറഞ്ഞേ. അത് പറയില്ല, അടുത്ത ഓവറിൽ പറയാം. നിശാമട്ടോ എല്ലാം ഭാഗ്യമുള്ള ചെക്കനാട്ടോ. എന്താ ഓട്ടം തുള്ളലോ. ലാസ്റ്റ് വിക്കറ്റ് ആട്ടോ നൗഷാദ്. എടാ കുട്ടനൊരു അവരെടുക്കേ. ജിജോ കുട്ടനെ മുണ്ടാന്ന കൊടുത്തില്ല. ായിരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ 18 ഓവറിന് മുന്നേ.
നമ്മുടെ ഡ്രീം 11 ജയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല ആസിഫ 18 ഓവർ ആകുമ്പോഴത്തേന് ആയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഫൈനൽ കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ്. അടിപൊളി കളി. ഈ സമ്മാനദാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ നടന്നത് 6 ഓവർ ക്രിക്കറ്റ് ടൂർണമെന്റാണ്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി ഒരു ദീർഘ 20 ഓവർ കളി എന്നൊരു പരീക്ഷണത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതിരുകയും അതിന്റെ ചർച്ചയിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ക്ലബിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ജാഫർ, അതേപോലെ സെക്രട്ടറി നജീബ് ഖാൻ എന്നിവരെ സംബന്ധിച്ച് ഒരു പെർമിഷൻ തരികയും അങ്ങനെ നമ്മളൊരു 3 ടീം ഏർപ്പെടുത്തി അതിലേക്ക് 30ഓളം കളിക്കാരെ രജിസ്റ്റർ ചെയ്ത് ഒരു ലേലം വിളിയുടെ നമ്മൾ എന്ത് ചെയ്തു ഈ ടൂർണമെന്റിലേക്ക് ആദ്യ പടിയായി. ശേഷം നമ്മളൊരു നല്ല രീതിയിൽ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അതിനേക്കാൾ ഉപരി നമ്മുടെ പഞ്ചായത്തിൽ പല കളികളും ഷഫീഖ് കുഞ്ഞാണി പ്രിയപ്പെട്ട വിനീഷേട്ടനാണ്. ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യണം കേട്ടോ. സ്റ്റേറ്റ് കൊണ്ടായാലും പെർഫോം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ആസിഫിനെ മാൻ ഓഫ് ദി മാച്ച് രണ്ടാമത്തെ കളി ആസിഫ് 2 വിക്കറ്റ്. അത്യന്തം വാശിയേറിയ ഇന്നത്തെ ഫസ്റ്റ് മത്സരം ജയിക്കുന്നവർ ഫൈനൽ മത്സരത്തിലേക്ക് എന്നുള്ള കളിയിൽ വാശിയേറിയ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഐക്കൺ താരം അൻവർ. ടീമിനെ നിർണായകമായ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത നമ്മുടെ നൗഫൽ കുഞ്ഞാവ. ഫൈനൽ ഇയാള് ബോളറല്ലേ? പ്രിയപ്പെട്ട അമൽ, അമലിന്റെ സാന്നിധ്യത്തിൽ അത് ഏറ്റുവാങ്ങുന്നത് ആസാദ്, നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാണി. ഷഫീഖ് കുഞ്ഞാണി 123 റൺസാണ് അദ്ദേഹം 3 മാച്ചിൽ. ഒരു മികച്ച ക്യാച്ചാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പിടിക്കണേ, കുട്ടം വാങ്ങണ സ്റ്റീഫനെയാണ് നല്ല കൈയടി. ആദ്യത്തെ മൊമെന്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നജീബ് ഖാൻ റോയൽ ചാമ്പ്യൻസിന്റെ ഈ മൊമെന്റ് ചെയ്യുന്നതിന് വേണ്ടി മാനേജറെ ക്ഷണിക്കുന്നു. അത് നൽകുന്നത് നമ്മുടെ റൈസിംഗ് സ്റ്റാറിന്റെ ഓണർ ഹാരിസ്. 21.65 ട്രോഫിയാണ്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിന്റെ ക്യാപ്റ്റനെയും ടീമംഗങ്ങളെയും ക്ഷണിക്കുന്നു. അത് നൽകുന്നത് ടൂർണമെന്റ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ അൻസാരി. ചാമ്പ്യൻസ് ടീമായ നമ്മുടെ ഡ്രീം 11 ടീം
കുട്ടന്റെ കയ്യിലേക്ക് കുട്ട സാധാരണ എല്ലാവർക്കും ഈ ടൂർണമെന്റുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ടൂർണമെന്റ് കൂടി വരാനുണ്ട്. NGRJ-യുടെ എല്ലാ മികച്ച കമ്മിറ്റിക്കാരൻ പരിപാടി കഴിഞ്ഞു, സാധനമായിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മളെ കളി കഴിഞ്ഞു, ഞങ്ങൾ കപ്പടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഓക്കെ ബൈ.